ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് CPIക്ക് ഒരു വെറും ഗവൺമെൻറ് അല്ല, 5 കൊല്ലം ഭരിക്കേണ്ടുന്ന ഗവൺമെൻറ് അല്ല ഇത്. ഈ ഗവൺമെൻറ് കേരളത്തിനും ഇന്ത്യക്കും വഴി കാണിക്കേണ്ട ഗവൺമെൻറ്റാണ്. ദേശീയ വ്യാപകമായ അർത്ഥമുള്ള, പ്രാധാന്യമുള്ള, പ്രസക്തിയുള്ള ഒരു ഗവൺമെൻറ്റായി CPI LDF ഗവൺമെൻറ്റിനെ കാണുന്നു. ആ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ഈ നിലപാടാണ് CPI രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ. ഇടതുപക്ഷമാണ് ശരി, ഇടതുപക്ഷം മാത്രമാണ് പോംവഴി എന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ഇവിടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തെപ്പറ്റി നിങ്ങളെല്ലാവരും സ്വന്തം ഭാവന പ്രകാരം വാർത്തയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കൗൺസിലിലെ ചർച്ചകളുടെ സാരാംശം, തീരുമാനങ്ങളുടെ പൊരുൾ നിങ്ങളെല്ലാവരെയും ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ് എന്ന് ഞങ്ങൾ കാണുന്നു. ഈയൊരു ചെറിയ പ്രസ് നോട്ടിൽ ഈ ചർച്ചകളുടെ സാരാംശം, തീരുമാനങ്ങളുടെ സത്ത പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ LDFിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ്. LDFിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിൻ്റെ രാഷ്ട്രീയ കർത്തവ്യമായി പാർട്ടി കാണുന്നു. ഇന്ത്യയിലെമ്പാടും RSS BJP മുൻകൈയിൽ വർഗീയ ഫാസിസം പരത്തുന്ന ഇരുട്ട് കാണാതിരിക്കാനാകില്ല. ആ ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെമ്പാടും ജനജീവിതം ദുസ്സഹമാകുന്നുണ്ട്. പാവങ്ങൾ അടിക്കടി തൊട്ടിത്താഴ്ത്തപ്പെടുന്നു. ന്യൂനപക്ഷങ്ങൾ ദൈനംദിനം വേട്ടയാടപ്പെടുന്നു. ആദിവാസികൾ അവരുടെ ഭൂമിയിൽ നിന്നും അവകാശത്തിൽ നിന്നും എടുത്തെറിയപ്പെടുന്നു. ആദിവാസി മേഖല മുഴുവനും ഇന്നുദ്യോഗിക്കുന്ന മുദ്രാവാക്യം ജൽ, ജമീൻ, ജംഗിൾ എന്നുള്ളവയാണ്. അവരുടെ വെള്ളം, അവരുടെ ഭൂമി, അവരുടെ കാട് അതെല്ലാം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെടുത്തുന്നത് കേന്ദ്ര BJP ഗവൺമെൻറ് ഒത്താശയോടുകൂടി വൻകിട കോർപ്പറേറ്റ് കൊള്ളക്കാരാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോഴിതാ പലതുകൊണ്ടും ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുള്ള ആരാവല്ലി മലനിരകളാകെ തന്നെ നഷ്ടപ്പെടുമെന്ന ആശങ്ക പൊന്തി വരുന്നു. ന്യൂനപക്ഷങ്ങൾ കടന്നു പോകുന്നത് എല്ലാ തരത്തിലും ഭയപ്പാടിൻ്റെ നാളുകളിലൂടെയാണ്. കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ നമ്മളെല്ലായിടത്തും കണ്ടു, എല്ലാ അരമനകളിലും BJP നേതാക്കന്മാർ മത്സരിച്ച് കേക്കുമായി ഓടിച്ചെന്നു. പല അരമനകളിലും ഈ കേക്ക് വാങ്ങി കഴിച്ച് പല വേദികർക്കും പ്രയാസമായി എന്നാണ് തമാശയ്ക്ക് ആരോ പറഞ്ഞ് ഞാൻ കേട്ടത്. അന്നെല്ലാം ഭയങ്കരമായ സ്നേഹത്തിൻ്റെ വർത്തമാനം പറഞ്ഞ BJPയുടെ യഥാർത്ഥമായ മുഖം ഇത്തവണ കേരളം, ഇന്ത്യ കാണുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്, കടന്നാക്രമിക്കപ്പെടുന്നു, അറസ്റ്റുകളുണ്ടാകുന്നു. അവരെ വിളിക്കുന്ന പേര് ദേശദ്രോഹി എന്നാണ്. ഈ ഓരോ പേര് വിളിച്ചുകൊണ്ട് പതിവുള്ളതുപോലെ RSSൻ്റെ ആക്രമണത്തിൻ്റെ മുൾമുനയിലാണ് അവർ ജീവിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷവും മറിച്ചല്ല. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ദുർബലന്മാരെ ആക്രമിക്കുന്ന ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ്. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ,
അവരെല്ലാം ഈ നയത്തിൻ്റെ ഫലമായിട്ട് എത്രയേറെ പ്രയാസപ്പെടുന്നുവെന്ന് നാം എന്നും വായിക്കുന്നുണ്ട്. ഉന്നാവിലെ പെൺകുട്ടിയുടെ അവസ്ഥ നാം വായിക്കുന്നുണ്ട്. ഉന്നാവിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത MLA ആയിരുന്ന നേതാവ് വിരാജിക്കുമ്പോൾ നീതിക്ക് വേണ്ടി ആ പെൺകുട്ടിയും അവളുടെ അമ്മയും കുടുംബവും കൂട്ടുകാരും സഹപ്രവർത്തകരുമെല്ലാം നടത്തുന്ന പോരാട്ടമാണ് ഡൽഹിയിലെ കൊടുംതണുപ്പിലും നാം അറിയുന്ന വാർത്തകളെല്ലാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ പോകുന്നത് ഇരുട്ടിലൂടെയാണ്. ഈ ഇരുട്ടിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണാതിരിക്കുന്നില്ല. ആ ഇരുട്ടിൽ രാജ്യം ചരിത്രം കൊളുത്തി വെച്ച വെളിച്ചമായിട്ടാണ് CPI LDFനെ കാണുന്നത്. അർത്ഥവത്തായ നിലപാടാണത്. ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് CPIക്ക് ഒരു വെറും ഗവൺമെൻറ് അല്ല, 5 കൊല്ലം ഭരിക്കേണ്ടുന്ന ഗവൺമെൻറ് അല്ല ഇത്. ഈ ഗവൺമെൻറ് കേരളത്തിനും ഇന്ത്യക്കും വഴി കാണിക്കേണ്ട ഗവൺമെൻറ്റാണ്. ദേശീയ വ്യാപകമായ അർത്ഥമുള്ള, പ്രാധാന്യമുള്ള, പ്രസക്തിയുള്ള ഒരു ഗവൺമെൻറ്റായി CPI LDF ഗവൺമെൻറ്റിനെ കാണുന്നു. ആ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ഈ നിലപാടാണ് CPI രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ. ഇടതുപക്ഷമാണ് ശരി, ഇടതുപക്ഷം മാത്രമാണ് പോംവഴി എന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ കാഴ്ചപ്പാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഗവൺമെൻറ്റിനെ കാണുന്നത്, നയങ്ങളെ കാണുന്നത്, വേണ്ടി വരുമ്പോൾ വിമർശിക്കുന്നത്.